ഇന്നലെ പുറത്തുവന്ന 10 എക്സിറ്റ് പോൾ ഫലങ്ങൾ UDF അധികാരത്തിലേക്കെന്ന് പ്രവചിച്ചതിന്റെ ആത്മവിശ്വാസം UDF നേതാക്കളിൽ നിന്നും പുറത്തുവന്ന ദിവസമാണിത്. അധികാരമുറപ്പിച്ച പ്രതികരണങ്ങളിൽ ചോദ്യത്തിന് ഉത്തരമായിട്ടാണെങ്കിലും മുഖ്യമന്ത്രി കസേരയിലേക്ക് VD സതീശനാണ് വരേണ്ടതെന്ന പതിവ് വിട്ട് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിൽ എതിർചേരിയിലെ അമർഷം ഒറ്റയ്ക്കും തെറ്റയ്ക്കും പുറത്തുവരുമ്പോൾ ലീഗിനെന്താ ഇതിൽ കാര്യമെന്ന ചോദ്യവുമായി മാളത്തിൽ നിന്നും വെള്ളാപ്പള്ളിയും പുറത്തു വന്നിട്ടുണ്ട്. UDF വന്നാൽ ലീഗ് ഭരിക്കുമെന്നും മാറാടുകൾ എത്രയുണ്ടാകുമെന്നുമുള്ള വർഗീയ പ്രതികരണത്തോട് മറുപടി പറയാൻ ഇന്നിപ്പോൾ ലീഗ് മാത്രമാണ് രംഗത്തുള്ളത്. ഭരണമാറ്റം ഉറപ്പിച്ച് സർക്കാരിനെതിരെ കടുപ്പിച്ച് IAS രംഗത്തുനിന്നും ശബ്ദമുയരുകയാണ്. രണ്ടാം പിണറായി സർക്കാരിൽ ഭരിച്ചത് കിഫ്ബി CEO ആണെന്ന ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നത് ഡോക്ടർ B. അശോക് IAS ആണ്. പോകുന്ന പോക്കിൽ വെടിവെച്ചു പോകുന്ന പ്രതികാര നടപടി അധികാരം നഷ്ടപ്പെട്ടവരുടെ നടപടിയാണെന്നാണ് തുറന്നടിക്കൽ. കഴിഞ്ഞ തവണ അന്തിമ ഫലത്തോട് ചേർന്ന് നിൽക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ച ടുഡേഴ്സ് ചാണക്യ കേരളത്തിൽ തൂക്കുസഭയെന്ന പ്രവചനവുമായി ഇന്ന് രംഗത്തു വന്നത് അല്പം മുൻപാണ്. യഥാർത്ഥ വിധി അറിയാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ മാറ്റമുറപ്പിച്ചോ പൊട്ടിത്തെറി എന്നതാണ് ചോദ്യം.